നിന്നെ മൂടിക്കുവാനോ അല്ലല്ല, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ വിശ്വാസത്തലപാടാ, ധൈര്യത്തലപാടാ, ഉറപ്പടപാടാ. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പലയിടലേ കണ്ണുനീരിലും കളനീടലേ ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടലേ കണ്ണുനീരിലും കളന്നിടലേ ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞാലോ പിന്മാറി പോയിടലേ, വീർപ്പില്ലാതെ മുന്നോട്ട് പോകുക, യേശുവിനും നിന്റെ കൂടെ. കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞാലോ പിന്മാറി പോയിടലേ, വീർപ്പില്ലാതെ മുന്നോട്ട് പോകുക, യേശുവിനും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പതറിടലേ കണ്ണുനീരിലും തകർന്നിടലേ ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ ഓടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ പകർന്നുവാനോ നിന്നെ ഓടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, thank you, Father. Thank you, Father. Thank you, Father. Oh, thank you, Spirit. Thank you, Spirit. Holy Spirit. Oh, Shabtara Bhakta Thank you,
ഗോഡ്. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാനും അത് ശ്രവിപ്പാനും എല്ലാം കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിന്ന് രാത്രി പിന്നെയും ഹാലിൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രാപിക്കാൻ നമ്മൾ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് നിശ്ചയമായും ദൈവം ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളെ തരികയും ചെയ്യും. പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കാം, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 23-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഈ പ്രിൻസിപ്പിൾ 24-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തെഴുതുന്നു. 24-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ലോ. തേൻകട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയും ഇല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രത്യാശ എന്ന വാക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വാക്ക്, പ്രൈസ് ഗോഡ്, എബ്രായ ഭാഷയിൽ ഈ സദൃശവാക്യത്തിൽ എഴുതുമ്പോൾ കൊടുത്തിരിക്കുന്ന പദം ടിക്വോ എന്ന പദമാണ്. ടിക്വോ, TIKVAW, ടിക്വോ എന്ന പദമാണ്. ഈ പദത്തിന് ഞാൻ നോക്കിയപ്പം വിവിധങ്ങളായിട്ടുള്ള അർത്ഥങ്ങളാണുള്ളത്. അതിൽ ഒരർത്ഥം, പ്രൈസ് ഗോഡ്, ഒരു കയറ് കൊണ്ട് ബന്ധിക്കുക, അറ്റാച്ച് ചെയ്യുക, പരസ്പരം കയർ ഉപയോഗിച്ച് ബന്ധിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ അർത്ഥം പ്രതീക്ഷ. മൂന്നാമത്തെ അർത്ഥം ആശ. നാലാമത്തെ അർത്ഥം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രതീക്ഷ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ രണ്ട് ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് വേണമെങ്കിൽ നമുക്ക് ഞാൻ ഈ വായിച്ച അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ട് പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയമാണ്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നീ ആശിക്കുന്ന വിഷയത്തിന് ദൈവത്തിൽ നിന്ന് മറുപടി വരാൻ സാധ്യതയുണ്ടെന്നല്ല, വരും. പ്രൈസ് ഗോഡ്. രണ്ട്, നീയും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനുമായ ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിൻ്റെ ചരട് അറ്റുപോകത്തില്ല. പ്രൈസ് ഗോഡ്. ഈ രണ്ട് കാര്യവും ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ വന്ന നിങ്ങൾക്ക് പരിഹാരം കിട്ടാൻ കഴിയാത്ത ഒരു വിഷയവുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം അത് അറ്റുപോകുന്നില്ല. രണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് മറുപടി വരാതിരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മൂന്നാമത്തെ വിഷയം, എൻ്റെ ആശയ്ക്ക് ഭംഗം വരികയില്ല. നാലാമത് പറയുന്നു, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആശയം, പ്രതീക്ഷയും ആഗ്രഹവും ബന്ധവും ഒരുപോലെ നിൽക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കാനിടയായാൽ ഇന്ന് രാത്രി നമ്മളെക്കാൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഇല്ലെന്ന് ഞാൻ പറയും. എത്ര പേർക്കോട് യോജിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു പ്രത്യാശയുള്ള എത്ര പേരിവിടെ വന്നിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. പ്രത്യാശയുള്ളവർ. ഓക്കെ. പ്രത്യാശയുടെ ഓപ്പോസിറ്റ് എന്നാണെന്നറിയാമോ? നിരാശ, ഡിസപ്പോയിൻമെൻറ്റ്. മറ്റത് ഹോപ്പ്. പ്രൈസ് ഗോഡ്. നിരാശ, അതിൻ്റെ ഓപ്പോസിറ്റ് പ്രത്യാശ. ദൈവത്തിന്റെ സ്തോത്രം. ഈ നിരാശ വരുന്നവൻ
തന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശരിയാവത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ ശരിയാവത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല. പ്രൈസ് ഗോഡ്. ഈ കാര്യം ശരിയാകത്തില്ല, ഈ കാര്യം രക്ഷപ്പെടത്തില്ല, ഈ കച്ചവടം ശരിയാകത്തില്ല, ഈ പരിപാടി ജയിക്കത്തില്ല, ഇത് ഒന്നും ശരിയാകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പുള്ളി അങ്ങ് ശരിയാവും, പുള്ളിയുടെ കച്ചവടം തീരും. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് രാത്രി ചുമ്മാ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് എൻ്റെ വിഷയം ഞാൻ കൈകാര്യം ചെയ്യേണ്ട സർവശക്തൻ കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും. ഇന്ന് രാത്രി നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏത് വിഷയമായാലും, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഏത് വിഷയമായാലും എൻ്റെ ദൈവത്തെ ദൈവം കൈകാര്യം ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി കർത്താവിനെ ഏൽപ്പിച്ചിട്ട് അതിനുശേഷം വന്ന് കാത്തിരിക്കുന്ന അനുഭവമാണ് പ്രത്യാശ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയം എന്തായാലും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് ദൈവം തരുന്ന മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരനുഭവം. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ മനസ്സിൽ ദൈവത്തെ ഏൽപ്പിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ നിരാശയായിരിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ ഹല്ലേലൂയ, നിന്റെ വിഷയം കൈകാര്യം ചെയ്യാനൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ ദൈവത്തിന് സ്തോത്രം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, ആശയ്ക്ക് ഭംഗം വരികയില്ല, ആഗ്രഹത്തിന് ഭംഗം വരികയില്ല. പ്രൈസ് ഗോഡ്. ഭംഗം വരാത്തൊരു പ്രത്യാശ എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? ഇന്ന് രാത്രി ഈ കാര്യം ഒന്ന് ചിന്തിച്ച ശേഷം മാത്രം മുന്നോട്ട് പോയാലേ ശരിയാവത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഭംഗം വരാത്ത പ്രത്യാശ. പ്രൈസ് ഗോഡ്. ആ പ്രത്യാശ വരണമെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ് ഇന്ന് രാത്രി നമ്മളെ കൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് സംശയമുള്ളവർക്ക് ഈ ചെറിയൊരു ഭാഗം ഞാൻ വായിച്ച് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഉറപ്പ് വന്നോണം. പ്രൈസ് ഗോഡ്. അതായത് ഞാൻ നിരാശനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില വിഷയം എന്നെ നിരാശപ്പെടുത്തുന്നു. നമ്മൾ എത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില വിഷയത്തിൻ്റെ പുറത്ത് നിരാശ വന്ന് നമ്മളെ മൂടും. ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം അബ്രഹാമിൻ്റെ പുത്രനായിരിക്കുന്ന ഇസ്മായേലിനെ കൂട്ടിക്കൊണ്ട് ദൂരേക്ക് പോകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ഹാഗാറിനെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹാഗാറിൻ്റെ തോളിൽ ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും കൊടുത്ത ശേഷം ഇസ്മായേലിനെയും കൂട്ടി അബ്രഹാം ഹാഗാറിനെ മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം 14 മുതൽ ഉൽപ്പത്തി പുസ്തകം 21:14 മുതൽ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. ഹാഗാറിന്റെ തോളിൽ ഒരു തോളില് അപ്പവും തുരുത്തിയും വെച്ചു, മറ്റേ തോളിൽ കൊച്ചിനെയും വെച്ച് അവളെ പറഞ്ഞയച്ചു. അടുത്തത്, അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെള്ളം, തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം കുട്ടിയെ കൊണ്ടുപോയി ഒരു കുറുങ്കാട്ടിൻ്റെ തണലിലിട്ട് ദൂരെ പോയി ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് അവൾ കരയുകയാണ്. കരയുമ്പോൾ അവൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ്. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട. അവൾക്കൊരു കാര്യം 100% ഉറപ്പാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, തൻ്റെ കുഞ്ഞ് അധികം താമസിയാതെ മരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ മാറിയിരുന്നവൾ കരയുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ദൈവമേ, നീ ഒരു അത്ഭുതം ചെയ്ത് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ മിക്കവാറും അങ്ങനെയാണ്. പ്രാർത്ഥന ഉറക്കെ നടക്കുന്നുണ്ട്, ശക്തിയോടെ നടക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ നിരാശയുടെ വാക്കും ഒന്നിച്ചു വരികയാണ്. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട,
മാറിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് കുട്ടി മരിക്കുന്നത് എനിക്ക് കാണണ്ട. പ്രൈസ് ഗോഡ്. കരയുന്നതിൻ്റെ കാരണമെന്ന് എൻ്റെ കരച്ചിൽ കേട്ട് ഒരു പക്ഷേ ദൈവം സഹായിക്കാൻ സാധ്യതയുണ്ട്. ഒരു വശത്തുകൂടെ നിരാശ, ഒരു വശത്തുകൂടെ കരച്ചില്, ഒരു വശത്തുകൂടെ ഉപേക്ഷ, വേറെ വശത്തുകൂടെ അപേക്ഷ. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തകർന്നിരിക്കുന്ന മനസ്സിനെ നിരസിക്കാത്ത, നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ നിരസിക്കാത്ത ദൈവത്തിന്റെ പ്രത്യക്ഷത ആ മരുഭൂമിയിൽ അവൻ ഹാഗാറിനുണ്ടായി. അവൻ ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അവളോട് പറയുന്നത് 17, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ പ്രശ്നം എന്തായിരുന്നു അറിയാമോ? വെള്ളം ഇല്ലാതായതല്ല, വെള്ളം തീർന്നതല്ല, ഉഷ്ണത്തിൽ അടിക്കുന്ന സൂര്യന്റെ ചൂടല്ല, ഉഷ്ണക്കാറ്റല്ല. പ്രൈസ് ഗോഡ്, കണ്ണ് തുറന്നില്ല. തൊട്ടടുത്ത് ഒരു നീരുറവ. 19 നമുക്ക് വായിച്ചേ. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ കണ്ടു. നിരാശപ്പെട്ടിരിക്കുന്ന, കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഹാഗാറിന്റെ ആ കണ്ണുനീരിന്റെ ഇടയിൽ കൂടെ ദൈവം അവളുടെ കണ്ണങ്ങോട്ട് തുറന്നപ്പോൾ അവളുടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരിന്റെ ആ ഇടയിൽ കൂടെ അവളൊരു കാഴ്ച കണ്ടു. അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്നതിനേക്കാൾ തെളിഞ്ഞ വെള്ളം ഈ നീരുറവയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഹാഗാറിന്റെ കണ്ണിൽ നിന്ന് വന്നത് 10-20 തുള്ളി കണ്ണുനീരാണെന്ന് എനിക്കറിയത്തില്ല. എത്ര തുള്ളി കണ്ണുനീർ വന്നെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ അവൾ കണ്ണുനീർ വറ്റുന്നത് വരെ കരഞ്ഞു കാണും. എന്നാൽ അവൾ കരഞ്ഞപ്പോൾ, അവളുടെ കരച്ചിലിനപ്പുറത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ഒരു വറ്റാത്ത നീരുറവ അവൾക്ക് വേണ്ടി തുറക്കുന്നത് അവൾ കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി നിരാശ കൊണ്ട് ബാധിതനായി, നിരാശയാൽ ബാധിക്കപ്പെട്ട് കണ്ണുപോലും കാണാൻ കഴിയാതെ വണ്ണം തകർന്ന ഹൃദയവുമായി, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ സമീപത്ത് തന്നെ നിനക്ക് വേണ്ടി ഒരു നീരുറവ തുറന്നത് കാണാനുള്ള കാഴ്ചപ്പാട് ഇന്ന് രാത്രി നമുക്ക് പ്രാപിക്കാൻ ഇടയായാൽ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ ഹല്ലേലൂയ, തുരുത്തി നിറച്ച് ഹല്ലേലൂയ കോരിക്കൊണ്ട് ബാലനെ കുടിപ്പിച്ച് നീ മടങ്ങി പോകും. കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവനെ ഹല്ലേലൂയ വെള്ളം കുടിപ്പിച്ച് നീ മടങ്ങി പോകും. ഹല്ലേലൂയ. തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് 19 വായിച്ച് 19-20 കൂടെ. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഒരു സെക്കൻഡ്. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിമിഷം വരെ ഹാഗാറിന്റെ പ്രശ്നം എന്നായിരുന്നു? ബാലൻ, മരിക്കാൻ പോകുന്ന കുഞ്ഞ്. പക്ഷേ ദൈവം അവൾക്ക് വേണ്ടി തുറന്ന നീരുറവ, കണ്ണ് തുറന്നപ്പോൾ അവൾ നീരുറവ കണ്ട് ബാലനെ കുടിപ്പിച്ച ശേഷം വായിക്കുന്ന എങ്ങനെയാണ്? ആ ബാലനോട് കൂടെ ദൈവം അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നിന്റെ കയ്യിൽ നീറിക്കൊണ്ടിരുന്ന പ്രശ്നം, നിന്നെ വിഷമിപ്പിച്ചു കൊണ്ടിരുന്ന വിഷമം, അതിന്മേൽ കൂടെ ദൈവത്തിൻ്റെ നടപ്പ്, ദൈവം നടകൊള്ളാൻ ആരംഭിച്ചാൽ ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കുന്നു ബാലൻ മരിക്കുമെന്ന്. എന്നാൽ അത് മുഴുവൻ വായിച്ചു തീർത്തേ. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ എവിടെ പാർത്തു? മരുഭൂമിയിൽ പാർത്തു. പ്രൈസ് ഗോഡ്. അത് പ്രത്യേകം അടുത്ത വാക്യം. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ വില്ലാളിയായി തീർന്നു. ആരാന്നറിയാമോ? മരുഭൂമിയിൽ ചത്ത് വീഴുമെന്ന് വിചാരിച്ച മകൻ. പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ എങ്ങനെ ചത്ത് വീഴുമെന്ന്? തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം. എന്ന് പറഞ്ഞാൽ ഏത് മരുഭൂമിയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് എൻ്റെ മകൻ ചത്ത് വീഴുമെന്ന് വിചാരിച്ചു
വിചാരിച്ചോ ആ മരുഭൂമിയിൽ തന്നെ ഇവൻ മുതിർന്നവനായി വളർന്നു. നീ ഒരു സോഴ്സും ഇല്ലെന്ന് വിചാരിച്ച അതേ സ്ഥാനത്ത് ദൈവം നിനക്ക് വഴി തുറക്കുമ്പോൾ അവിടെ തന്നെ നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ദൈവമാണ്. ആമേൻ. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ മരുഭൂമിയിൽ പാർത്തു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസത്തെ വഴി പോയില്ല. രാവിലെ പോയി ഉച്ചയായപ്പോൾ തീർന്നു പോയതാണ് അബ്രഹാം കൊടുത്ത തുരുത്തിലെ വെള്ളം. പ്രൈസ് ഗോഡ്. ഒരു ദിവസം ഹാഫ് ഡേ 12 മണി വരെ ഉപയോഗിക്കാനേ അത് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം അങ്ങോട്ട് കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ മരുഭൂമിയിൽ പാർത്ത് വില്ലാളിയായി തീർന്നില്ല. അടുത്തുകൂടെ പറഞ്ഞേ. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രയീം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. അവ ഏറ്റവും കുറഞ്ഞൊരു 10-30 വയസ്സെങ്കിലും ആയി. ഒരു കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട് ഈ മരുഭൂമിയിലേക്ക് ഹാഗാർ ഇറങ്ങിയതാണ്. കുഞ്ഞ് തോളത്ത് കിടക്കുന്ന പ്രായത്തിൽ ഹാഗാർ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ മരുഭൂമിയിൽ ഇറങ്ങിയതാണ്. ആ മരുഭൂമിയിൽ വെച്ചാണ് ഹാഗാർ പറഞ്ഞത്, ഈ ബാലൻ്റെ മരണം എനിക്ക് കാണണ്ട. ആ മരുഭൂമിയിലെ കുറുങ്കാട്ടിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയത്. ആ മരുഭൂമിയിലാണ് ഒരു അമ്പൻപാട് ദൂരത്ത് പോയിരുന്ന് നിന്നുകൊണ്ട് ഹാഗാർ കരഞ്ഞത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എവിടെ ഈ ജീവിതം അസ്തമിക്കുമെന്ന് വിചാരിച്ചോ അവിടെ അതിനെ വളർത്തിയെടുത്ത ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് രാത്രി നീ തകരുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്, നശിക്കുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്, ഇല്ലായ്മയായി പോകുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്, നിനക്ക് ഈ നഷ്ടം സഹിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്, ഈ കഷ്ടം നിന്നെ സഹിക്കാൻ ചിന്തിക്കുന്ന സ്ഥാനത്ത് ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് ആ കഷ്ടത്തിന്റെ നടുവിൽ കൂടെ വളർത്തിയെടുക്കാൻ കഴിവുള്ള ദൈവകൃപ ഹല്ലേലൂയ വ്യാപരിക്കാൻ ഇടയാകട്ടെ. ബാലന്റെ കൂടെ ദൈവം വരുന്നു, നിന്റെ കൂടെ ദൈവം ഇരിക്കട്ടെ. ഇസ്മായേലിന്റെ കൂടെ ദൈവം ഇരുന്നത് കൊണ്ട് മരണം വഴിവക്കത്ത് നിൽക്കുമ്പോൾ, തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് മരണദൂതൻ നിന്ന് അവനെ വിടുവിച്ചതുപോലെ ഇന്ന് രാത്രി ചിലതിനെ നശിപ്പിക്കാൻ നിൽക്കുന്ന, ചിലതിനെ കെടുത്തുവാൻ നിൽക്കുന്ന, ചിലതിനെ നിർത്തുവാൻ നിൽക്കുന്ന, ചിലതിനെ കെട്ടിപ്പൂട്ടിക്കുവാൻ നിൽക്കുന്ന, ചിലതിനെ ഇല്ലായ്മയാക്കാൻ നിൽക്കുന്ന ദുഷ്ട പിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ളതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിന്റെ അടുക്കൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന വിശ്വാസം എത്ര പേർക്കുണ്ട്? നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. പ്രൈസ് ഗോഡ്. ഇത് വെറുതെ പറഞ്ഞു വിടുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേദപുസ്തകം സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ആ സത്യം ഇന്ന് രാത്രി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവകൃപയുടെ വ്യാപാരം നിനക്ക് വേണ്ടി വരുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകൃപയുടെ വ്യാപാരം നിന്റെ പ്രശ്നത്തിന്മേൽ വ്യാപരിക്കണം. ബാലന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, നിന്റെ പ്രശ്നത്തിന്റെ കൂടെ ദൈവത്തിന്റെ നടത്തിപ്പ് ഇന്ന് രാത്രി മുതൽ ആരംഭിക്കട്ടെ. നിന്നെ തകർക്കാൻ നിൽക്കുന്ന വിഷയത്തിന്റെ മീതെ ദൈവത്തിന്റെ നടത്തിപ്പ് ഇന്ന് രാത്രി ആരംഭിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ മൈക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകൃപയുടെ വ്യാപാരം അതിശക്തമായി നിന്റെ വിഷയത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ, നിന്റെ വിഷയത്തിന്മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ. തകർന്നു പോകുമെന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ, നശിച്ചു പോകുമെന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. വില്ലാളിയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വില്ലാളിയായി തീർന്നു, മുതിർന്നു, കല്യാണം കഴിച്ചു. ചത്തുപോകുമെന്ന് പറഞ്ഞ പയ്യനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ നീ എഴുതി തള്ളിയിരിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതലുണ്ടെന്നുള്ള ആശയാണ് പ്രത്യാശ. ഇന്ന് രാത്രി എഴുതി തള്ളിയ വിഷയവുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൽ കൂടെ അതൊരു പ്രത്യാശയായിട്ട് മാറട്ടെ. നിന്റെ നിരാശ മാറ്റാൻ വേറെ ഒന്നിനും സാധ്യമല്ല. ദൈവവചനത്തിലുള്ള പ്രത്യാശ കൊണ്ട് ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ നിരാശ മാറ്റണം. പ്രൈസ് ഗോഡ്. ഹാഗാർ ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ കരഞ്ഞ് എഴുതി തള്ളിയ വിഷയത്തിന് മറുപടി അങ്ങനെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ പ്രത്യാശ എങ്ങനെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും? പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ വിശ്വാസികളെക്കാൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്.
ഇത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. പഴയ നിയമ വിശുദ്ധന്മാരിൽ വല്ലപ്പോഴും ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ പുതിയ നിയമ വിശ്വാസികളിൽ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യാൻ അവകാശം നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസി ദൈവവേദന തീരുന്നത് എങ്ങനെയാ? അവിടെ നിന്നിട്ട് തുടങ്ങണം. ഒരു പുതിയ നിയമ വിശ്വാസി ദൈവം എന്ന പൈതലായി തീരുന്നത് എങ്ങനെയാണ്? ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ദൈവവേദനായി തീരുന്നത്? പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഒരു സാധാരണ മനുഷ്യന് ദൈവപൈതലായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിൽ. അപ്പോസ്തലപ്രവൃത്തികൾ 16:30. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിന്റെ സമ്മറി ഇതാണ്: വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. ഈ ഒരു പദവി പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിയ പ്രത്യേക അവകാശമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ ഒരു പൈസ മുടക്കണ്ട, വിശ്വസിച്ചാൽ മതി. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനപ്രകാരം വിശ്വസിക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കും. പ്രൈസ് ഗോഡ്. അപ്പം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ചെലവില്ലാത്തൊരു പണി ചെയ്താൽ മതി, നമ്മളുടെ ജീവിതത്തിലെ വ്യത്യാസം വരും. പ്രൈസ് ഗോഡ്. ഇനി ഇങ്ങനെ വിശ്വാസത്താൽ ദൈവമക്കളായി തീർന്നവര്, അവരെക്കുറിച്ച് റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് രാത്രി വിശ്വാസം വ്യാപരിക്കുമ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുകയാണ്. ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ട് അത് ഒരിക്കലും അറ്റുപോകാതെ ഈ ഒരു കയറ് പോലെ ബന്ധം, അപ്പുറത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു കയറ് പോലെ ഒരനുഭവം ഉണ്ടെങ്കിൽ അതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ എൻ്റെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഒരനുഭവം എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം ചെയ്യാം. അങ്ങനെ എന്നെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ അത് കയറുകൊണ്ടല്ല, അത് ചങ്ങല കൊണ്ടല്ല, അത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വേറെ ഇരുമ്പ് കൊണ്ടോ ചകിരി കൊണ്ടോ ഉള്ള ഒന്നുകൊണ്ടുമല്ല. ദൈവവുമായി എന്നെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്നത് വിശ്വാസത്താൽ. അപ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടുകൂടി ദൈവവുമായിട്ടൊരു ബന്ധം പ്രാപിക്കാനിടയായാൽ പ്രൈസ് ഗോഡ് ആമേൻ, നിനക്ക് ധൈര്യമായി വിശ്വസിക്കാം, ഈ ബന്ധം ഒരിക്കലും അറ്റുപോകാത്തൊരു ബന്ധമാണ്. ഈ ബന്ധം ഒരിക്കലും അറ്റുപോകാത്ത ഒരു ബന്ധമാണ്. പ്രൈസ് ഗോഡ്. അതെങ്ങനെ പ്രാപിക്കാം? വിശ്വാസത്താൽ. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് വായ് കൊണ്ട് ഏറ്റുപറയണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മൾ ഹൃദയത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, വരുവാനുള്ളതിനും ഇപ്പോഴുള്ളതിനും
ഇനിയുള്ളതിനും യേശു മതിയായവൻ. ഇന്നലത്തെ പ്രശ്നത്തിനും ഇന്നത്തെ പ്രശ്നത്തിനും നാളത്തെ പ്രശ്നത്തിനും യേശു മതിയായവൻ. ഇന്ന് രാത്രി ഏത് പ്രശ്നം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നിങ്ങളോട് ഞാൻ ഉറപ്പോടെ പറയാം, അതിന് മതിയായവനായി ഒരുവനുണ്ട്, നസ്രയനായ യേശു. അപ്പൊ യേശുവുമായൊരു ബന്ധത്തിൽ വന്നാൽ പ്രൈസ് ഗോഡ്, നിങ്ങളുടെ ഇന്നലത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, നാളത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഈ മാസം മുഴുവനുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ട്, 2012 മുഴുവനുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. തീർന്നില്ല, 2013 വരാൻ പോകുന്ന പ്രശ്നത്തിനും യേശുവിൽ പരിഹാരമുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ നൂറ്റാണ്ട് മുഴുവൻ ജീവിച്ചിരുന്നാലും ഈ നൂറ്റാണ്ടിൽ വരുന്ന സകല പ്രശ്നത്തിന്മേലും നിനക്ക് മറുപടി തരുവാൻ യേശുവിന്റെ നാമത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. അവിടെ കൊണ്ടും തീർന്നില്ല. ഈ ലോകത്തിന്റെ ജീവിതം അവസാനിച്ച് ഈ ലോകം വിട്ടു പോകുമ്പോൾ നിത്യരക്ഷയും അവന്റെ നാമത്തിന്റെ ശക്തിയാൽ എനിക്ക് നിനക്കുമുണ്ട്. ഇതാണ് മഹത്തായ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് എന്ത് വരുന്നില്ല? ഭംഗം വരുന്നില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ഒരു കടം മാറ്റി നിങ്ങളെ സമ്പന്നനാക്കുമെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ടും യേശുവിൽ പ്രത്യാശിക്കാം. നിങ്ങളുടെ രോഗം മാറ്റി നിങ്ങൾക്ക് ആരോഗ്യം തരുമെന്ന് ധൈര്യമായിട്ടും യേശുവിൽ പ്രത്യാശ വയ്ക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ ദൈവത്തിന് സ്തോത്രം, ഒരു മുടിയംപുത്രനെ എങ്ങനെ മടക്കി വരുത്തിയോ അതുപോലെ ദൈവം മടക്കി വരുത്തുമെന്ന് നിങ്ങൾക്ക് ധൈര്യമായി പ്രത്യാശിക്കാം. നിങ്ങളുടെ ബിസിനസിൻ്റെ തകർച്ചയ്ക്കകത്ത് ദൈവം പ്രവർത്തിച്ചിട്ട് അതിനെ ഉദ്ധരിച്ച് അനുഗ്രഹിക്കുമെന്ന് ധൈര്യമായി നിങ്ങൾക്ക് പ്രത്യാശിക്കാം. നിങ്ങളുടെ തകർന്ന കുടുംബ ജീവിതത്തെ ദൈവം പരിഹാരം തന്ന് പരിഹരിച്ച് ഉയർത്തിയെടുക്കുമെന്ന് നിങ്ങൾക്ക് ധൈര്യമായി പ്രത്യാശിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കുടുംബം നന്നാക്കാനല്ല യേശു മരിച്ചത്, നിങ്ങളുടെ കൊച്ചിനെ നന്നാക്കാനല്ല യേശു മരിച്ചത്, നിങ്ങളുടെ ബിസിനസ് നന്നാക്കാനല്ല യേശു മരിച്ചത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഭവ അവസ്ഥകളെ, സാമ്പത്തിക അവസ്ഥകളെ, ആരോഗ്യത്തിൻ്റെ അവസ്ഥകളെ മാറ്റാനല്ല യേശു മരിച്ചത്. അന്തിമമായി ഈ ലോകത്തെ 70-80 വർഷത്തെ ജീവിതം കഴിയുമ്പോൾ നിങ്ങളെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകാനാണ് യേശു മരിച്ചത്. ഇതാദ്യം മനസ്സിലാക്കണം. ഇന്ന് രാത്രി നിത്യരക്ഷ കൈവശമാക്കി കഴിഞ്ഞാൽ വരുവാനുള്ള പ്രശ്നത്തിനും വന്ന പ്രശ്നത്തിനും ഇന്നത്തെ പ്രശ്നത്തിനും ഇനിയുള്ള പ്രശ്നത്തിനും യേശു മതിയായവൻ. ഇന്ന് രാത്രി യേശു മതിയായവൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, ഇന്നത്തെ പ്രശ്നത്തിന് യേശു മതിയായവൻ, ഇന്നലത്തെ പ്രശ്നത്തിന് യേശു മതിയായവൻ. ഹാഗാറിന്റെ മകൻ ഇസ്മായേലിന് വേണ്ടി യേശു മതിയായവൻ, ഇസ്ഹാക്കിന് വേണ്ടി യേശു മതിയായവൻ, ദാവീദിന് വേണ്ടി യേശു മതിയായവൻ, ദാനിയേലിന് വേണ്ടി യേശു മതിയായവൻ, ദൈവവൈദ്യനെ നിനക്ക് വേണ്ടിയും യേശു മതിയായവൻ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അവൻ ധൈര്യം പ്രാപിക്കുവാൻ, വിടുതല പ്രാപിക്കുവാൻ നിനക്ക് അവകാശമുണ്ട്. നമുക്ക് വിടുതല പ്രാപിക്കാൻ അവകാശമുണ്ട്. മക്കളെങ്കിൽ അവകാശികളാണ്. ആരുടെ ഔദാര്യമല്ല. നിന്റെ സൗഖ്യം ആരുടെയും ഔദാര്യമല്ല. ഹല്ലേലൂയ, അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ നന്മ ഔദാര്യമല്ല, അവകാശമാണ്. പക്ഷെ കുഴപ്പമെന്നറിയാമോ? തൽക്കാലം നിനക്ക് പ്രയാസവും നിനക്ക് വേദനയും നിനക്ക് ദുഃഖവും ഉണ്ടാക്കത്തക്കവണ്ണം നിന്റെ അവകാശത്തിന്മേൽ പിശാച് നോട്ടമിട്ടിരിക്കുകയാണ്. പിശാച് കൈവച്ചിരിക്കുകയാണ്. അതിനൊരൊറ്റ പരിപാടിയേ ഉള്ളൂ. യോഹന്നാൻ ഇപ്രകാരം എഴുതി, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. വിശ്വസിക്കാമോ? ഇന്ന് രാത്രി നിനക്ക് കേടുവരുത്തുന്ന വിഷയങ്ങളുമായി നിൽക്കുന്ന എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളെയും അഴിച്ച് നിന്നെ സ്വതന്ത്രനാക്കുവാൻ പ്രത്യക്ഷനായ ഒരുവനുണ്ട്, നാസറേനായ യേശു. അങ്ങനെയാണ് ഇന്ന് നിന്റെ ജീവിതത്തിലെ നന്മകളെ തടുത്തു വച്ചിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വെളിയിൽ വരണം. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ പിടി ഇന്ന് രാത്രി വിടണം. നിന്റെ കുടുംബത്തിന് മേലുള്ള പിടി, നിന്റെ ബിസിനസിന്റെ മേലുള്ള പിടി, നിന്റെ തലമുറയുടെ മേലുള്ള പിടി ഇന്ന് രാത്രി വിട്ടു മാറണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവകൃപയുടെ വ്യാപാരത്താൽ ശത്രുവിന്റെ സകല അവകാശങ്ങളും വിട്ടുമാറുവാൻ വിശ്വാസത്തോടെ ആരാധിച്ചാട്ട്.
ഇന്ന് രാത്രി കർത്താവേ, ശത്രുവിന്റെ എല്ലാ ശക്തികളെയും ക്ഷയിപ്പിക്കത്തക്കവണ്ണമുള്ള ദൈവകൃപയുടെ വിശ്വാസത്താൽ ജനം നിറയട്ടെ. Praise God. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഇനി 15-25 മിനിറ്റേ ഉള്ളൂ. ഈ 25 മിനിറ്റത്തെ വചനം കൊണ്ട് നിന്റെ വിഷയത്തിൽ എവിടെയെങ്കിലും പിശാച് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പിടിവിടണം. എന്നിട്ട് ഇന്ന് പോകാവൂ. പക്ഷെ ഇത് ആരുടെ കയ്യിലിരിക്കുന്ന അറിയുമോ? എൻ്റെ കയ്യിലല്ല, നിന്റെ വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം ശരിയായി വ്യാപരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഈ പറഞ്ഞതെല്ലാം നടക്കും. നിങ്ങൾ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ ആണെന്നറിയാം, നിർവചനം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. 2 കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ ഉപമ കൂടുതൽ വിവരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ആ ഉപമയിൽ നിന്ന് തന്നെ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകാം. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ രക്തസ്രവക്കാരുത്തിയായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ രക്തസ്രവക്കാരുത്തിയുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യം എങ്ങനെ വ്യാപരിച്ചു എന്നുള്ളത് ഒന്ന് നോക്കാം. 5:25 മുതൽ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. ഇതായിരുന്നു പുള്ളിക്കാരുടെ കണ്ടീഷൻ. അവൾ ഏറ്റവും പരവശയാണ്. കാരണം ഒട്ടും ഭേദം വന്നിട്ടില്ല. കൈയുള്ളത് മുഴുവൻ ചെലവഴിച്ചു. ലോകത്തുള്ള സകല ഡോക്ടർമാരെയും കണ്ടു. 12 വർഷമായിട്ട് ഒരു ഭേദവും വന്നിട്ടില്ല. 12 സംവത്സരമായി വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച്, പ്രൈസ് ഗോഡ്, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ. വായിച്ച്. യേശുവിന്റെ വർത്തമാനം കേട്ടു. ഇനി വിശ്വാസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത വാക്യം. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് മതി. പ്രൈസ് ഗോഡ്. ഞാൻ അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ്, ആമേൻ, പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ തിക്കി തിരക്കി വന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. പ്രൈസ് ഗോഡ്. അപ്പോൾ വീട്ടിലിങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ ഒരു ന്യൂസ് കിട്ടിയത്. യേശു ക്രിസ്തു അവളുടെ ഗ്രാമത്തിൻ്റെ സമീപത്തോടെ കടന്നു പോകുന്നു. ആമേൻ. അവൾക്ക് യേശുവിനെ കുറിച്ച് അറിയാം. യേശു ചെന്നിടത്തെല്ലാം സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. യേശു തൊട്ടടുത്തെല്ലാം സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അത് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ യേശുവിനെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൾ 12 വർഷമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 12 വർഷമായിട്ട് കിടക്കുകയാണ്. യേശു ക്രിസ്തു ശുശ്രൂഷ മുഴുവനും കൂടെ ചെയ്തത് 3.5 വർഷമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനേക്കാൾ 9 വർഷം മുമ്പ് അവൾക്ക് ഈ രോഗം പിടിച്ചതാണ്. പ്രൈസ് ഗോഡ്. അപ്പം യേശു ശുശ്രൂഷ ആരംഭിച്ചിട്ട് 3.5 വർഷം അതിൻ്റെ അവസാന നാളുകളിൽ എത്തുമ്പോൾ, ഹല്ലേലൂയ, ഇവള് യേശുവിനെ കുറിച്ച് കേട്ടു. എന്ത് കേട്ടു? യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആമേൻ. ഇന്ന് രാത്രി ഈ ഉറപ്പ് എത്ര പേർക്കുണ്ട്? എൻ്റെ യേശു, എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ വിഷയത്തിന് പരിഹാരമുണ്ടാകും. 11-ാമത്തെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. ഇതാണ് വിശ്വാസം. എൻ്റെ വിഷയത്തിന് യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ പരിഹാരമുണ്ടാകും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കട്ടെ, യേശു അനേകർക്ക് വേണ്ടി പ്രവർത്തിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഈ രക്തസ്രവക്കാരുത്തി കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബെറ്റർ പൊസിഷനില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പല വേദികളിൽ ടി വിയിലെങ്കിലും കണ്ടു കാണും യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തർ സൗഖ്യമാകുകയും രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത്.
ഈ രക്തസ്രവക്കാരുത്തി കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടുള്ളതല്ല. പക്ഷേ പ്രൈസ് ഗോഡ്, യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ, എന്നോട് വായിച്ച്, രക്തസ്രവമുള്ളവളായി 12 വർഷമായി 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്നിട്ട് അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവനെ തൊട്ടു. പ്രൈസ് ഗോഡ്. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നിങ്ങളോട് ബ്ലണ്ടായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഏജ ഹോളിൽ ചെന്ന് ഞാൻ യേശുവിനെ ഒന്ന് തൊടും. അങ്ങനെ തൊട്ട് എൻ്റെ വിഷയത്തിന് ഞാനൊരു രക്ഷ കണ്ടെത്തി, പരിഹാരം കണ്ടെത്തി, വിടുതൽ കണ്ടെത്തി, എൻ്റെ വീട്ടിലോട്ട് സൗഖ്യമായിട്ടും സുഖമായിട്ടും സന്തോഷമുള്ളവർ വ്യക്തിയായിട്ടും മടങ്ങിപ്പോകുമെന്ന് ഉറപ്പിച്ച് വന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൈ ഉയർത്തി പരമാർത്ഥ്യമാണെങ്കിൽ യേശു നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തിന്മേൽ വ്യാപരിക്കണം. ഉടബല ദലകര ഹത്തുര ബൗഡ നാമത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ വ്യത്യാസങ്ങൾ കാണത്തക്കവണ്ണം ഉടബല ദരബല ഹത്തുല ബൗഡ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വ്യത്യാസങ്ങൾ നടക്കട്ടെ. ചേഞ്ചസ്, ചേഞ്ചസ്, ചേഞ്ചസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറ്റങ്ങൾ, ഇന്ന് രാത്രി മാറ്റങ്ങൾ. അത് വീടുകളിൽ നടക്കട്ടെ, ബിസിനസ്സിൽ നടക്കട്ടെ, ജോലിയിൽ നടക്കട്ടെ, ആരോഗ്യത്തിൽ നടക്കട്ടെ, തലമുറയിൽ നടക്കട്ടെ, കുടുംബജീവിതത്തിൽ നടക്കട്ടെ. തടസ്സമായി വ്യാപരിക്കുന്ന ദുഷ്ട ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുപോ. ഇന്ന് രാത്രി കർത്താവേ, ശത്രുവിനെ ശത്രുവിനെ ജയമെടുത്ത് ഞങ്ങൾ ആരാധിക്കുകയാണ്, ഞങ്ങൾ ജയമെടുത്ത് ആരാധിക്കുകയാണ്, ജയമെടുത്ത് ആരാധിക്കുകയാണ്. ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ, ഇന്ന് രാത്രി കെട്ടുകൾ അഴിയട്ടെ, ഇന്ന് രാത്രി ശത്രുവിനെ പിടി വിട്ടു മാറട്ടെ. ഇന്ന് രാത്രി കർത്താവേ, ജീവിതങ്ങളോട് മല്ലടിച്ചുകൊണ്ട് നിൽക്കുന്ന, ജീവിതങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾ, ഞങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾ, ഞങ്ങളുടെ സമ്പത്തിനെ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾ, ഞങ്ങളുടെ ജോലിയെ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾ, ഞങ്ങളുടെ ബിസിനസിനെ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ശക്തിയോടെ ആരാധിക്കാം. Amen, 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 amen. Hallelujah, hallelujah, hallelujah. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ഓ ശംബല ബൗഡക ജലബല ധാരക ധാതല ജാലക. ഓ ശംബർ ബൗഡ ശരദല ജാല തിരമല ജാലക ലൗദക. ഹല്ലേലൂയ. അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, മതിലുകൾ ഇടിയട്ടെ, കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ റബ ശബ
ഞങ്ങളുടെ നന്മകൾ നശിപ്പിക്കുന്ന, ഐശ്വര്യങ്ങൾ നശിപ്പിക്കുന്ന, ഞങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന, സന്തോഷം നശിപ്പിക്കുന്ന, സമാധാനം നശിപ്പിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഭൂതാരാധന ജനബല ബലബല ദുൽബല ദൽബല ഹത്തര ബൗഡ ശാവര ജാരക അർമര ബൗഡക ജാനക രാധന ജനവാവാരക രൗഡക ജഗടാസാലവ ബൗഡക സംഭാര അർമാതാദ ജീവര ജനവാഹൈദക ജാനക ജനബല ബലബല ദുൽബല മൽകല വന്ദന ബൗഡ ശബ്ദ ജാരക ജാരക അർമര ബൗഡക ഭൂഷാദര ജാനക ഹൈദക ബലബല ബൗഡക ജാനക ലാദന ബൽബാരൗദ ശബ്ദ ജാര ശൈകര വൈദ ജൽപര ബലബാരക ജാനക ജാനക ബലബല ബൗഡക ജാനക ബലബല സൗഡ ശബ്ദ ജൽപര ജാനക 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 അൽമല ജാനക ബലബല ജനബല ദുൽബല ബാരക ജാനക ജാനക നന്ദ സൗഡ ശബ്ദ ദൗഡ ശബ്ദ ബൗദ ജാനക ജാനക ജൽബാരൗദ ജാനക ജനബല ഗന്ധര അർമന ബാരക ജാനക ബലബല ബാരൗദ ജാനക ജാനക ജനബല ജനബല ദുർബാര ശബ്ദ ദൗഡ ശാബാരാദ ഹൈദാനക ജനബ ശക്തിയോടെ ആരാധിക്കാം. ഇന്ന് രാത്രി ചില കെട്ടുകൾ പൊട്ടുകയാണ്. ഇന്ന് രാത്രിയിലെ ചങ്ങലകൾ പൊട്ടുകയാണ്. ഇന്ന് രാത്രിയിലെ തടസ്സങ്ങൾ മാറുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ചില വിഷയങ്ങളുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഞങ്ങൾ വിടുതൽ ഏറ്റെടുക്കുകയാണ്. I break the power of devil tonight. I break the power of devil tonight. I break the power of devil tonight. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. ജനം സഹോദരമാകട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. Praise God. Hallelujah. അപ്പോൾ അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അത് വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ നാമത്താൽ, യേശുവിൻ്റെ വചനത്താൽ, അവനെ ആരാധിക്കുന്നതിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രി എൻ്റെ വിഷയങ്ങൾക്ക് മാറ്റം വരുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഇനി വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ നിമിഷം എബ്രായ ലേഖനം 1:1 അടുത്ത ഭാഗം, 11:1 അടുത്ത ഭാഗം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആമേൻ. കാണാത്ത കാര്യങ്ങൾ കണ്ടതുപോലെ ഒരനുഭവം വരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു അനുഭവം ഞാൻ പോൾ യോങ്കിച്ചോ എന്ന ദേവദാസൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചത് ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. ഒരു കൺവെൻഷൻ മീറ്റിങ്ങിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട വിശ്വാസി ഒരു കൺവെൻഷൻ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാല് ഒരു അപകടത്തിൽപ്പെട്ട് ഈ ഷൂസിൻ്റെ ആംഗിളിന് താഴോട്ടുള്ള ഭാഗം മുറിഞ്ഞുപോയി. ഒലക്ക മാതിരി ഒരു കുറ്റി മാത്രമേ കാലിലുള്ളൂ. പ്രൈസ് ഗോഡ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് കാല് മുറിഞ്ഞുപോയി. ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ, പോൾ യോങ്കിച്ചോട്ട് ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഇങ്ങനൊരു വചനം കേട്ടു: നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. കാലയിലോട്ട് നോക്കി. ആ കുറ്റി കാലയിൽ നോക്കിയപ്പോൾ അദ്ദേഹം വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടതെന്നറിയാമോ? കാലിന് പാദങ്ങളും വിരലുകളും 5 വിരലുകളുമുള്ള പാദം കണ്ടു. ഇന്ന് രാത്രി നിന്റെ കുറ്റിക്കാലിലൊന്ന് നോക്ക്, നിന്റെ പ്രശ്നത്തിലൊന്ന് നോക്ക്. അത് ഹല്ലേലൂയ, പരിഹാരം വന്നത് കാണാൻ, വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. പതിവ് പോലെ യോഗം കഴിഞ്ഞ് വടിയും കുത്തി, പ്രൈസ് കുറ്റിക്കാല് കുത്തി 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 ഒരു കടയിൽ ചെന്ന് കയറി. അദ്ദേഹം വർഷങ്ങളായി ചെരുപ്പ് മേടിക്കുന്ന കടയാണ്, ഷൂസ് മേടിക്കുന്ന കടയാണ്. ആ കടയിൽ നിന്ന് അതുവരെ പുള്ളി ഷൂസ് മേടിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? 2 ഷൂസിൻ്റെ കാശ് കൊടുക്കും, ഒരെണ്ണം വലിച്ചെറിഞ്ഞ് കളയും, ഒരെണ്ണം ഇട്ടുകൊണ്ട് പോകും. രണ്ടാമത്തെ ഷൂസ് ഇടാൻ വലത്തുകാലിന് പാദമില്ല, പത്തിയില്ല. അങ്ങനെയാണ് പതിവായിട്ട് വരുന്നത്. അന്ന് അദ്ദേഹം കടയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 ഷൂസ് വേണം എന്ന്. കടക്കാരന് തമാശയായിട്ട് തോന്നി, ഈ ഒറ്റക്കാലിന് എന്തിനാ 2 ഷൂസ്?
പുള്ളി പറഞ്ഞു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, എനിക്ക് 2 ഷൂസ് വേണം. ഇരിക്കാൻ പറഞ്ഞു. അളവ് നോക്കാൻ വേണ്ടി പോയി ഷൂസ് എടുത്തുകൊണ്ട് വന്നു. കടക്കാരൻ ഇച്ചിരി വില്ലനായിരുന്നു ആൾ. അയാൾ എന്തെന്നറിയാമോ? ഇയാളുടെ ഇടത്തേക്കാലാണ് നല്ല കാല്, വലത്തേക്കാൽ കുറ്റിയാണ്. ഇയാൾ വലത്തേക്കാലിൻ്റെ ഷൂ എടുത്തങ്ങ് താഴോട്ട് വെച്ച് കൊടുത്തു. പ്രൈസ്, നിങ്ങളാണ് എന്തോ ചെയ്യും? എനിക്ക് വേണ്ടത് അതല്ല, മറ്റേത് വെക്കണമെന്ന് പറയുമല്ലേ. തനിക്കെന്നെ കണ്ണ് കാണാൻ പാടില്ലെന്ന് ചോദിക്കും. മറ്റേ ഷൂ വയ്ക്കണമെന്ന് പറയും. ഹല്ലേലൂയ, മറ്റേ ഷൂ വയ്ക്കണമെങ്കിൽ ഇവൻ്റെ കണ്ണിൽ പ്രൈസ് ഗോഡ് ഈ കാല് കണ്ടിരിക്കണം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഈ പാവപ്പെട്ട മനുഷ്യൻ ദൈവവചനം വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കുറ്റിക്കാലല്ല കണ്ടത്, പ്രൈസ് ഗോഡ് പാദം വളർന്നൊരു കാലവന് കാണാൻ സാധിച്ചു. ഈ ഷൂസ് അങ്ങോട്ട് വെച്ചു, ഈ കുറ്റിക്കാലെടുത്ത് ഷൂസിനകത്തേക്ക് വെച്ചു. കടക്കാരൻ നോക്കി നിൽക്കുമ്പോൾ കാല് കേട്ട് നീണ്ടു വളർന്നു വരുന്നു. 5 വിരലും പാദവും വളർന്ന് ഷൂസിനകത്ത് നിറഞ്ഞു. ഇന്ന് രാത്രി ചിലത് വളരട്ടെ, ചിലത് ചിലത് നിറയട്ടെ, ചിലത് ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്താൽ ചിലത് ഇറങ്ങി വരട്ടെ. തിരുനെൽവേലിക്ക് അടുത്ത് തെങ്കാശിയം എന്ന സ്ഥലത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു പെണ്ണിനെ കുറിച്ച് ഒരു സാക്ഷി ഞാൻ കേട്ടു. ഒരു ദൈവദാസൻ പറഞ്ഞ സാക്ഷ്യമാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട ഒരു പെണ്ണ്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അവൾക്ക് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നിനക്കൊരു ആൺകുഞ്ഞിനെ ലഭിക്കും. പ്രൈസ് ഗോഡ്. ആ വാഗ്ദത്തവും കൊണ്ട് വിശ്വസിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ അവൾക്ക് ഏതോ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു നിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവരെഴുതി ഒപ്പിട്ട് കൊടുത്തു. യൂട്രസ് അവരങ്ങെടുത്ത് മാറ്റുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇവർക്കറിയത്തില്ല യൂട്രസ് മാറ്റി ഇനി കുഞ്ഞുണ്ടാകത്തില്ല ഒരു കാലത്തും, അവർക്കറിയത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, കുഞ്ഞുങ്ങളില്ലാത്ത ഈ ദമ്പതികളുടെ മക്കളില്ലാത്ത വിഷയം വന്നപ്പോൾ ഇവൾ ആരാണ്ടോടോ പള്ളി പറഞ്ഞു എനിക്കൊരു ആൺകുഞ്ഞ് ലഭിക്കുമെന്ന് ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, ഭോഷത്തി ആയതുകൊണ്ടാണ്, മണ്ടി ആയതുകൊണ്ടാണ്. അവൾക്കറിയത്തില്ല, അവൾക്ക് സയൻസ് അറിയത്തില്ല, മെഡിക്കൽ സയൻസ് അറിയത്തില്ല, ഗൈനക്കോളജി അറിയത്തില്ല, ശരീരശാസ്ത്രം അറിയത്തില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയാം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കർത്താവിനെ അറിയാം. ഇന്ന് രാത്രി എത്ര പേർക്കറിയാം ഒരു കർത്താവിനെ? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കർത്താവിനെ എത്ര പേർക്കറിയാം? അവൾ പരസ്യമായി പ്രഖ്യാപിച്ചു, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, എനിക്കൊരു കുഞ്ഞുണ്ടാകും. ഇവളുടെ ഹിസ്റ്റോക്ടമി നടന്നിരുന്ന ആസ്പത്രി, അവളെ പരിചയമുള്ള ഒരു വ്യക്തി കൂട്ടുകാരി അവളോട് ചോദിച്ചു, അതിന് നിന്നെ യൂട്രസ് എടുത്ത് കളഞ്ഞില്ലേ, നിനക്ക് ഇനി അങ്ങനെ കുഞ്ഞുണ്ടാകും? അവൾ പറഞ്ഞു കുഞ്ഞുണ്ടാകും, യൂട്രസ് വേണം. ഒരു വിവരമില്ലാതെ ചോദിച്ചതാണ്. പ്രൈസ് ഗോഡ്. അവൾ പറഞ്ഞു വേണം, അല്ലാതെ ഒരു രക്ഷയുമില്ല. അവൾ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്നൊരു ദൈവമാണ്. ഇന്ന് രാത്രി എൻ്റെ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി വിശ്വാസത്തെ മാനിക്കുന്ന ദൈവമേ, നിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ പ്രവൃത്തികൾ നിന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടോടാ അവളെ കണ്ടപ്പോൾ അവളുടെ വയറിനൊരു വ്യത്യാസം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ കളിയാക്കി, ഇല്ല ട്യൂമർ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വരുന്നതായിട്ട് അവരൊന്നും ഏതെങ്കിലും ആസ്പത്രി ഒന്ന് കാണിക്കട്ടോ, ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അവൾ നേരെ വന്ന് അവളുടെ ആ ഹിസ്റ്റോക്ടമി നടത്തിയ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ ഞെട്ടിപ്പോയി, ഇത്രയും വലിയ ട്യൂമറുമായിട്ട് എത്ര നാൾ ജീവിക്കും? പ്രൈസ് ഗോഡ്. ഏതായാലും പരിശോധന നടത്തിയപ്പോൾ ഡോക്ടർ രണ്ടാമത്തെ ഞെട്ടി അവൾ ശരിക്കും പ്രഗ്നൻ്റാണ്. ഇന്ന് രാത്രി ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, നിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എനിക്ക് പരിചയമുള്ള എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരുത്തനുണ്ടായിരുന്നു, ഭയങ്കര തടിമാടനാണ്. അവൻ ഈ ചെറിയ ആളുകളോട് വഴക്കുണ്ടാകും, പറയും നിന്നേക്ക് എനിക്കൊന്ന് ഞൊട്ടാനേ ഉള്ളെന്ന് പറയും. ദൈവമക്കളെ, നിൻ്റെ വലിയ പ്രശ്നമുണ്ടല്ലോ, ദൈവത്തിനൊന്ന് ഞൊട്ടാനേ ഉള്ളൂ. ഇന്ന് രാത്രി നീ വലുതെന്ന് വിചാരിക്കുന്ന, നിന്നെക്കൊണ്ട് നടക്കത്തെന്ന് വിചാരിക്കുന്ന, ഒരിക്കലും ശരിയാകത്തില്ലെന്ന് വിചാരിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചലിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഇന്ന് രാത്രി ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എത്ര പേർക്കുണ്ട്?
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി രണ്ടാമത്തേത് എന്നാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പ്രൈസ്. നടന്ന ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പോയിന്റ് അങ്ങ് വിടുക. ഇത് സ്തോത്രം, ഹല്ലേലൂയ. ടി.എൽ. ഓസ്ബോൺ എന്ന് പറയുന്ന ദൈവദാസൻ, പ്രൈസ് ഗോഡ്, അദ്ദേഹം ഒരു അനാഥശാല നടത്തിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ അനാഥശാലയിൽ ഡി.എൽ. മൂഡി ഒരു അനാഥശാല നടത്തിയിരുന്നു. ആ അനാഥശാലയിൽ ഒരു ദിവസം, പ്രൈസ് ഗോഡ്, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു, അനാഥശാല കുറച്ച് നാളത്തെ അടയ്ക്കാതെ നിവൃത്തിയില്ല. കാരണം ദേശം മുഴുവൻ വെള്ളമില്ല, ഡ്രോട്ട്. ആമേൻ. പൈപ്പുകളിൽ വെള്ളമില്ല, പറമ്പിൽ വെള്ളമില്ല, കിണറുകൾ വറ്റി. അതുകൊണ്ട് അനാഥശാലയിൽ 300 പിള്ളേരോളം ഉണ്ട്. അനാഥശാല തൽക്കാലത്തേക്ക് അവധി കൊടുത്ത് വേറെ പൂട്ടിയിട്ട് കുഞ്ഞുങ്ങളെ വെള്ളമുള്ള വല്ലയിടത്തോളം കൊണ്ടുപോകാല്ലാതെ നിവർത്തിയില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇദ്ദേഹം ഈ വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാസവീരനായിരുന്ന മുള്ളർ, വിശ്വാസവീരനായിരുന്ന മുള്ളർ അവൻ ഇപ്രകാരം ചിന്തിച്ചു: ഭൂമിയിൽ 2 പേരെ ഐകമത്യപ്പെട്ട് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഇദ്ദേഹത്തിന് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ എന്നോട് ഈ വിഷയത്തിൽ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഈ ലോകത്ത് വേറെ ആരുണ്ട് എൻ്റെ ഭാര്യയല്ലാതെ? ഇന്ന് രാത്രി, പ്രൈസ് ഗോഡ്, ഞാൻ പറയട്ടെ, മുള്ളർ തൻ്റെ ഭാര്യയെ ഉടനെ വിളിച്ചു. വാക്യം കാണിച്ചു, ഭൂമിയിൽ 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടുമെന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്കറിയാം. നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പിള്ളേരെ 300-നെയും കൊണ്ട് ഇവിടുന്ന് പോകേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യത്തില്ലേ? പെയ്യുമോ എന്ന് പറഞ്ഞാട്ടോ, ഉറക്കപ്പോ പെയ്യുമോ? എന്ത് ചെയ്താൽ? 2 പേര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ. ഇത് വിശ്വാസം അങ്ങോട്ട് വ്യാപരിച്ച് കഴിഞ്ഞപ്പം, ഹല്ലേലൂയ, 2 പേരും കൂടെ കൈ കോർത്ത് അങ്ങ് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി കൈ കോർത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി നിനക്ക് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എന്തും തരാമെന്ന് പറഞ്ഞ ദൈവവചനത്തെ വിശ്വസിച്ച് നിന്റെ കൂട്ടാളിയുമായി പരസ്പരം കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി സാധിച്ചാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. സാധിക്കുമെങ്കിൽ കരമുയർത്തിയൊരു സ്തോത്രം ചെയ്യ്. ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. നടന്നത് ഞാൻ പറയാം. ഈ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞിട്ട് 4 നില 5 നിലയുള്ള കെട്ടിടത്തിൻ്റെ മേളിലോട്ട് ആമേൻ ഈ ഇദ്ദേഹം ചാടി കയറി. ഭാര്യയോട് നീയും വരാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2 പേരും കൂടെ ഓടി മേളിൽ ചെന്ന് വാട്ടർ ടാങ്കിലോട്ടൊന്ന് നോക്കി. വാട്ടർ ടാങ്കിൽ നോക്കിയപ്പോൾ പ്രൈസ് ഗോഡ് അതങ്ങനെ ഉണങ്ങി വരണ്ട് വെടി കീറി കിടക്കുക. പ്രൈസ് ഗോഡ്. എന്നിട്ട് മുള്ളർ പറഞ്ഞതെന്നറിയാമോ? മൈ ഐസ് ടോൾഡ് മീ ദ ടാങ്ക് ഈസ് ഡ്രൈ ആൻഡ് എംപ്റ്റി. എൻ്റെ കണ്ണ് എന്നോട് പറഞ്ഞു ടാങ്ക് ഉണങ്ങി വരണ്ട് കാലിയായി കിടക്കുകയാണ്. അടുത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ബട്ട് മൈ ഫെയ്ത്ത് ടോൾഡ് മീ ദ ടാങ്ക് ഈസ് ഫുൾ ഓഫ് വാട്ടർ. എൻ്റെ പുറത്തെ കണ്ണ് അവൻ കാലിയായി കിടക്കുന്ന ടാങ്ക് കണ്ടപ്പോൾ എൻ്റെ വിശ്വാസ കണ്ണ് നിറഞ്ഞു കിടക്കുന്ന ഒരു ടാങ്ക് കണ്ടു. ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകൊണ്ട് നിന്റെ കണ്ണുകൾ തുറന്ന് നിറഞ്ഞു കിടക്കുന്നത് നിന്റെ ശൂന്യത മാറുവാൻ, നിന്റെ ഉണക്ക് മാറുവാൻ, നിന്റെ വരൾച്ച മാറുവാൻ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ മാറുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ, പ്രതികൂലങ്ങൾ മാറുവാൻ വിശ്വാസ കണ്ണുകൊണ്ട്. എത്ര പേര് നിറവ് കാണുന്നുണ്ട്? എത്ര പേര് നിറവ് കാണുന്നുണ്ട്? ഓ, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇന്ന് രാത്രി നിറയ്ക്കുന്ന ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ടാങ്ക് നിറയ്ക്കട്ടെ. നിന്റെ കാലിയായി കിടക്കുന്ന പെട്ടി നിറയ്ക്കട്ടെ. കാലിയായി കിടക്കുന്ന പേഴ്സ് നിറയ്ക്കട്ടെ. കാലിയായി കിടക്കുന്ന അരിപ്പാത്രം നിറയ്ക്കട്ടെ. കാലിയായി കിടക്കുന്ന മാവിന്റെ കലം നിറയ്ക്കട്ടെ. കാലിയായി കിടക്കുന്ന എണ്ണ ഭരണി നിറയ്ക്കട്ടെ. ഇന്ന് രാത്രി ഒരു നിറവിന്റെ അനുഭവം വിശ്വാസം കണ്ടുകൊണ്ട് കാണുവാൻ കഴിയുന്നവർ ആരാധിച്ചാട്ട് ദൈവം പ്രവർത്തിക്കട്ടെ. ശക്തിയോടെ ആരാധിക്കാം. ഇന്ന് രാത്രി ഒരു നിറവിന്റെ അനുഭവം വിശ്വാസ കണ്ടുകൊണ്ട് കണ്ട് ശക്തിയോടെ ആരാധിക്കാം. ഒഴിഞ്ഞ ശൂന്യതകളെ നികത്തിയെടുക്കുന്ന ദൈവകൃപ, ശൂന്യതകളെ നികത്തിയെടുക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. Amen. Praise God.
ഹല്ലേലൂയ. ആമേൻ. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ വിശ്വാസം കണ്ടുകൊണ്ട് അത് കണ്ടിട്ട് ഭാര്യയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവേ, നീ ഈ ടാങ്കിനെ നിറച്ചിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവകൃപയുടെ വ്യാപാരം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവകൃപയുടെ വ്യാപാരം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശൂന്യതകളിലേക്കൊന്ന് നോക്കാമോ? എന്ത് കാണുന്നുണ്ട്? ഒരു നിറവ് എത്ര പേർ കാണുന്നു? ഒരു നിറവ് എത്ര പേർ കാണുന്നു? ഒരു മാറ്റം എത്ര പേർ കാണുന്നു? ഇന്ന് രാത്രി ആ മാറ്റത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേർ ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ആ മാറ്റം വരണം, നിന്റെ കുടുംബത്തിൽ ആ മാറ്റം വരണം. ഒരു ഐക്യതയുടെ പ്രാർത്ഥന, ഒരു ഐക്യതയുടെ ആരാധന, ഒരു ഐക്യതയുടെ സ്തോത്രത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഉയരട്ടെ, ഉയരട്ടെ. ദൈവകൃപയുടെ വ്യാപാരം കുത്തൊഴുക്ക് പോലെ, ആമേൻ, വലിയ വലിയ അനുഗ്രഹം പോലെ നിന്റെ കുടുംബത്തിലേക്ക് വരാൻ പോവുകയാണ്. ആമേൻ. ഭാര്യയോട് പറഞ്ഞു, നീ കാണും, ഞാനും കാണും. എന്ത്? വിശ്വാസ കണ്ണ് കണ്ടത് യാഥാർത്ഥ്യമാകുന്നത്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതും പറഞ്ഞ് സ്തോത്രം ചെയ്ത് 4 നില താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും മഴക്കാറ് കണ്ടു. പ്രൈസ്. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറ്റടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മേളിൽ മുഴുവനും മേഘം കൊണ്ട് നിറഞ്ഞു, കറുത്ത മേഘം കൊണ്ട് നിറഞ്ഞു. മഴയങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ആ ടാങ്ക് നിറഞ്ഞു. ആ നിമിഷം, ആ മണിക്കൂറിൽ ആ ടാങ്ക് നിറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ വരൾച്ച കണ്ട് ഭാരപ്പെടല്ലേ, അമ്മ, വരൾച്ച കണ്ട് ഭാരപ്പെടല്ലേ, ഇല്ലായ്മ കണ്ട് ഭാരപ്പെടല്ലേ, നഷ്ടം കണ്ട് ഭാരപ്പെടല്ലേ, വേദനപ്പെടല്ലേ, ധൈര്യപ്പെടല്ലേ, ധൈര്യപ്പെട. നിരാശ പോകട്ടെ, നിരാശ പോകട്ടെ, നിരാശ പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ മുള്ളർ പ്രാർത്ഥിച്ച പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നവർ കരം ഉയർത്തിയാട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്, ഇന്ന് ദൈവമുണ്ട്. ഇതിന് മാറ്റമില്ലെന്ന് വിശ്വസിക്കാൻ സാധിക്കും എത്ര പേരുണ്ട്? വിശ്വാസം കണ്ടുകൊണ്ട് നിന്റെ നിറവ് എത്ര പേർ കാണുന്നു? ആശിക്കുന്നതിന്റെ ഉറപ്പ് എത്ര പേർ കാണുന്നു? ഇന്ന് രാത്രി നിന്റെ പെട്ടി നിറഞ്ഞ് കവിയട്ടെ, നിന്റെ പാത്രം നിറഞ്ഞ് കവിയട്ടെ, നിന്റെ ടാങ്ക് നിറഞ്ഞ് കവിയട്ടെ, നിന്റെ ശൂന്യതകൾ നിറഞ്ഞ് കവിയട്ടെ. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഒരു നിമിഷം കർത്താവിനെ ആരാധിക്കാം. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം,
സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പകരിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വിധിച്ച തള്ളിക്കളഞ്ഞിടണോ, പിന്മാറി പോയിടല്ലേ. പിറപ്പില്ലാതെ മുൻപോട്ട് പോവുക, യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞിടണോ, പിന്മാറി പോയിടല്ലേ. പിറപ്പില്ലാതെ മുൻപോട്ട് പോവുക, യേശുവെന്നും നിന്റെ കൂടെ. ആമേൻ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, എന്റേതാണേ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.